കേരളമാകെ വീശിയടിച്ച UDF തരംഗത്തിൽ ഇടതുമുന്നണിയിലെ പല പ്രമുഖർക്കും കാലിടറി. ഉറച്ച CPM കോട്ടകളായിരുന്ന മണ്ഡലങ്ങൾ പോലും നിലം പൊത്തുകയും ചെയ്തു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി രാജു, എം ബി രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, ആർ ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, വി അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണന് പേരാമ്പ്രയിൽ അടിതെറ്റി. മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയെയാണ് TP രാമകൃഷ്ണനെ വീഴ്ത്തിയത്. ഇതോടെ ചരിത്രത്തിലാദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ 6 റൗണ്ട് വരെ പിന്നിൽ നിന്ന ശേഷമാണ് കോൺഗ്രസിലെ അബ്ദുൾ റഷീദിനെ മറികടന്നത്. മന്ത്രിമാരിൽ K രാജൻ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, P പ്രസാദ്, GR അനിൽ എന്നിവർക്ക് മാത്രമാണ് വിജയിക്കാനായത്. പാർട്ടി കോട്ടകളിൽ വിമതർ നേടിയ വിജയം CPMന് കടുത്ത പ്രഹരമായി മാറി. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും UDF സ്വതന്ത്രരായ വിജയം നേടിയത് CPM കേന്ദ്രങ്ങളിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഉരുക്കുകോട്ടകളായിരുന്ന ഉദുമയും തൃക്കരിപ്പൂരും UDFിലേക്ക് ചാഞ്ഞതും CPMന് നിസാരമായി കാണാനാകില്ല. ഉദുമയിൽ K നീലകണ്ഠനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയത്തിന്റെ ത്രിവർണം ചാർത്തി. അതേസമയം CPM ബന്ധം ഉപേക്ഷിച്ചെത്തിയ PK ശശിക്കും A സുരേഷിനും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. മലമ്പുഴയിൽ A സുരേഷ് 3ാം സ്ഥാനത്തായി. ഒറ്റപ്പാലത്ത് PK ശശി 25,000-ഓളം വോട്ടുകൾക്ക് പരാജയം ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് TCV.